നമസ്കാരം, റിവ്യൂവേഴ്സിലേക്ക് സ്വാഗതം. പുതിയൊരു അപ്ഡേറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. ടി വി എസ് ജൂപ്പിറ്റർ 110cc മോഡലിൻ്റെ ഒരു പുതിയ ലോഞ്ച് കഴിഞ്ഞ ദിവസം കഴിഞ്ഞു. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കണം. നമുക്ക് ഡീറ്റെയിൽസിലേക്ക് പോകുമ്പോൾ ജൂപ്പിറ്റർ ലോഞ്ച് ചെയ്ത് അല്ലെങ്കിൽ ഫസ്റ്റ് ലോഞ്ച് 2013 ലോഞ്ച് ചെയ്യുന്നത്. അതിന് 11 വർഷത്തിന് ശേഷമാണ് കാര്യമായ ഒരു അപ്ഡേറ്റ് സ്റ്റൈലിങ്ങിലും അതേപോലെ തന്നെ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലായിരുന്നു വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്റ്റീരിയർ സ്റ്റൈലിങ്ങിൽ നിന്ന് തന്നെ തുടങ്ങുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഓവറോൾ ഡിസൈനാണ് വന്നിട്ടുള്ളത്. മെറ്റൽ ബോഡിയാണ് ഓവറോൾ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ ഹാൻഡിൽ ബാറിൻ്റെ ഹെഡ് ലാമ്പ് യൂണിറ്റ് പ്ലേസ് ചെയ്തിരിക്കുന്ന ആ ഹാൻഡിൽ ബാറിനോട് ചേർന്ന ഒരു സെൻട്രൽ ഏരിയയിൽ തന്നെയാണ് LED ഹെഡ് ലാമ്പ്സ് ആണ് വരുന്നത്. താഴേക്ക് വരുമ്പോൾ മെറ്റൽ ബോഡിയിൽ പിയാനോ ബ്ലാക്ക് ഫിനിഷ് ആയിട്ടുള്ള കുറേയധികം എലമെന്റ്സ് നമുക്ക് അതിൻ്റെ ചുറ്റും തന്നെ കാണാൻ പറ്റും. മുന്നിൽ ഇൻഫിനിറ്റി ലൈറ്റ് ബാർ കൊടുത്തിട്ടുണ്ട്. അതിനോട് ചേർന്ന് തന്നെയാണ് അത് DRLs ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതിനോട് ചേർന്ന് തന്നെയാണ് ടേൺ ഇൻഡിക്കേറ്റേഴ്സ് വരുന്നത്. അതേ ഒരു സെയിം സ്റ്റൈലിംഗ് തന്നെയാണ് റിയറിലേക്ക് ടൈൽ ലൈറ്റിൽ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെ റിയറിലെ ടേൺ ഇൻഡിക്കേറ്റേഴ്സും അതോടുകൂടി തന്നെയാണ് അതിനോട് ചേർന്ന് തന്നെയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ളത്. സ്റ്റൈലിംഗിൽ പിന്നെ നമുക്ക് പറയാൻ പറ്റുന്നത് മുന്നിൽ കാര്യമായ ഒരു ലെഗ് സ്പേസ് കൊടുത്തിട്ടുണ്ടെന്നാണ് കമ്പനി ക്ലെയിം ചെയ്യുന്നത്. മാത്രമല്ല മുന്നിൽ അതിൻ്റെ ഫ്യൂൽ ഫില്ലിംഗ് വരുന്നത് ഫ്രണ്ടിൽ ആ ഒരു സ്പേസ് തന്നെയാണ്. ലെഫ്റ്റ് സൈഡിൽ തന്നെയാണ് അതിൻ്റെ ഓപ്പണിംഗ് കാര്യങ്ങളെല്ലാം അവിടെ തന്നെയാണ് വരുന്നത്. റൈറ്റ് സൈഡിൽ ഒരു 2 ലിറ്ററിൻ്റെ ഗ്ലോ ബോക്സ് കൊടുത്തിട്ടുണ്ട്. അവിടെ USB ചാർജിംഗ് പോർട്ടും വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ഈ ഒരു ഫോൺ ചാർജ് ചെയ്യുന്നതിന് മറ്റു കാര്യങ്ങൾക്കെല്ലാം യൂസ് ചെയ്യാം. മാത്രമല്ല നിലവിലുള്ള ജൂപ്പിറ്റർ 125ൻ്റെ ആ ഒരു സ്റ്റൈലിൽ നിന്ന് കടമെടുത്ത് നമുക്ക് പറയാൻ പറ്റുന്നത് അതിൻ്റെ ഫ്യൂൽ ടാങ്ക് ഫ്ലോർ ബോർഡിന് താഴേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അത് കുറച്ചും കൂടി അവരുടെ ടെക്നോളജി ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിന് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് എന്നാണ് അതിൻ്റെ ഡീറ്റെയിൽസിൽ നിന്നും മനസ്സിലാവുന്നത്. 12 ഇഞ്ചിൻ്റെ അലോയ് വീൽസ് ആണ് ടോപ്പ് എൻഡിൽ കൊടുത്തിട്ടുള്ളത്. 90 സെക്ഷൻ ടയേഴ്സ് ആണ് വരുന്നത്. മാത്രമല്ല ഫ്രണ്ടിൽ ടെലിസ്കോപ്പിക് സസ്പെൻഷനും അതേപോലെ തന്നെ റിയറിലേക്ക് വരുമ്പോൾ ഒരു 3-way അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള റിയർ ഷോക്കുമാണ് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഒരു ബൂട്ട് കപ്പ് അല്ലെങ്കിൽ അണ്ടർ സ്റ്റോറേജ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 33 ലിറ്റർ ആണ്. അതായത് ഒരു 2 ഹാഫ് ഫേസ് ഹെൽമെറ്റ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇതിനകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പ്രത്യേകത. പക്ഷേ ഒരു ഫുൾ ഫേസ് ഹെൽമെറ്റ് നമുക്ക് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യം ബുദ്ധിമുട്ടാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ 2 ഹാഫ് ഫേസ് ഹെൽമെറ്റ് സുഖമായിട്ട് ഇതിനകത്ത് വയ്ക്കാൻ പറ്റുന്ന രീതിയിൽ 33 ലിറ്ററിൻ്റെയാണ് ഇതിൻ്റെ ഒരു അണ്ടർ സ്റ്റോറേജ് കപ്പാസിറ്റി വരുന്നത്. 5.1 ലിറ്ററാണ് ഇതിൻ്റെ ഒരു ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി. ബോഡി ബാലൻസ് 2.0 ടെക്നോളജിയാണ് ഈ ഒരു വാഹനത്തിലുള്ളത് എന്നാണ് കമ്പനി ക്ലെയിം ചെയ്യുന്നത്. അതേപോലെ തന്നെ ഈ ഒരു സെഗ്മെന്റിൽ തന്നെ ലോങ്ങസ്റ്റ് ആയിട്ടുള്ള സീറ്റുകളാണ് നൽകിയിട്ടുള്ളത്. ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയോടുകൂടി ഡിജിറ്റൽ ഡിസ്പ്ലേ അതിൻ്റെ ടോപ്പ് എൻഡിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് കോൾ നോട്ടിഫിക്കേഷൻസും SMS നോട്ടിഫിക്കേഷൻസും എല്ലാം വരും. അതേപോലെ തന്നെ 10x10 നാവിഗേഷൻ അസിസ്റ്റൻസ് വരുന്നുണ്ട്. മറ്റ് സിഗ്നൽസും വാണിംഗ് സിംബൽസും എല്ലാം ഇതിൽ തന്നെയാണ് വരുന്നത്. മാത്രമല്ല വോയിസ് അസിസ്റ്റൻസും ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സെഗ്മെന്റിൽ തന്നെ ഫസ്റ്റ് ഇൻ ക്ലാസ് ഫീച്ചേഴ്സ് ആയിട്ട് ചില ഫീച്ചറുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഫോളോ മീ ഹെഡ് ലാമ്പ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് എമർജൻസി ബ്രേക്ക് വാണിംഗ് സിസ്റ്റമാണ്. അതായത് നമ്മൾ എമർജൻസി സിറ്റുവേഷനിൽ ബ്രേക്ക് ചെയ്യുന്ന ടൈമിൽ റിയറിൽ വരുന്ന വാഹനങ്ങൾക്ക് നമ്മൾ ഒരു എമർജൻസി ബ്രേക്കിംഗ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഇൻഡിക്കേറ്റേഴ്സ് വർക്ക് ചെയ്യുന്ന രീതിയിലുള്ള ടെക്നോളജി കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ടേൺ സിഗ്നൽ ലാമ്പ് റെസ്റ്റ് എന്നൊരു ടെക്നോളജി കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മളൊരു ടേൺ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇൻഡിക്കേറ്റർ ഇട്ടു. പല ഘട്ടങ്ങളിൽ നമ്മൾ കാണാറുണ്ട് ആ ടേൺ എടുത്തതിന് ശേഷം പലരും ഇൻഡിക്കേറ്റർ ഓഫ് മറന്നു പോകാം. പക്ഷേ ആ ഒരു സിറ്റുവേഷനിൽ ഓട്ടോമാറ്റിക്കലി ആ ഒരു ലാമ്പ് ഓഫ് ആകുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ടെക്നോളജി കൊടുത്തിട്ടുണ്ട്. ഹസാർഡ് ലാമ്പ്സ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഈ സെഗ്മെന്റിൽ എടുത്തു പറയാൻ ഫസ്റ്റ് ക്ലാസ് ഫീച്ചേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഇതുകൂടാതെ സൈഡ് സ്റ്റാൻഡ് ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്, പാസ് ബൈ സ്വിച്ച് വരുന്നുണ്ട്, പാർക്കിംഗ് ബ്രേക്ക് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റ് ചില എടുത്തു പറയേണ്ട പ്രത്യേകതകൾ. അതേപോലെ തന്നെ TVSന്റെ മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് ഫൈൻഡ് മൈ വെഹിക്കിൾ എന്നൊരു ഫീച്ചർ കൂടി ഈ ഒരു വാഹനത്തിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഡിസ്റ്റൻസ് ടു empty, ലോ ഫ്യൂൽ വാർണിംഗ് അലർട്ട്, ആവറേജ് ഫ്യൂൽ എക്കണോമി പോലുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ഡിജിറ്റൽ ഡിസ്പ്ലേയിലും ഡിസ്പ്ലേ ചെയ്യുന്നതായിരിക്കും. ഇനി ഇതിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിൻ്റെ ഒരു എൻജിൻ ഡീറ്റെയിൽസ് ആണ്. TVSന്റെ അതിന് IGO ടെക്നോളജി കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ടെക്നോളജി ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു എൻജിനാണ് ഈ ഒരു വാഹനത്തിന് വരുന്നത്. 113.3 cc സിംഗിൾ സിലിണ്ടർ 4-സ്ട്രോക്ക് എൻജിനാണ് വരുന്നത്. ഈ ഒരു എൻജിൻ 6500 RPM 8 PS പവറും 5000 RPM 9.8 ന്യൂട്രൺ ടോർക്കും ഡെലിവർ ചെയ്യുന്നു. TVSന്റെ IGO അസിസ്റ്റഡ് ടെക്നോളജിയാണ് നമ്മൾ പറഞ്ഞത്. അതായത് ഈ ഒരു സിസ്റ്റത്തിൽ വരുന്ന ഒരു പവർഫുൾ ബാറ്ററി വരുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു ISG മോട്ടർ വരുന്നുണ്ട്. അപ്പോൾ ഒരു ഡീസലറേഷൻ്റെ ടൈമിൽ നോർമലി റണ്ണിങ് കണ്ടീഷനിൽ തന്നെ ബാറ്ററി ചാർജ് ആവും. നമ്മൾ ഡീസലറേഷൻ്റെ ടൈമിൽ നമുക്കൊരു ടോർക്കിൻ്റെ ഒരു ആവശ്യം വരുമ്പോഴത്തേക്ക് അത് സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു ISG മോട്ടർ വർക്ക് ആവുകയും നമുക്ക് ആവശ്യമുള്ള ഒരു ടോർക്ക് അവിടെ ഡെലിവർ ചെയ്യുകയും ചെയ്യും. അത് ആ ഒരു നേരത്തെ പറഞ്ഞ 9.8 ന്യൂട്രൺ ടോർക്ക് എന്ന് പറയുന്നത് ഈ ടെക്നോളജി അസിസ്റ്റ് ചെയ്യുമ്പോഴാണ്. ഈ ടെക്നോളജി അസിസ്റ്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഈ ടെക്നോളജി വർക്ക് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ 9.2 ന്യൂട്രൺ ടോർക്കാണ് ഈ ഒരു വാഹനത്തിന്റെ ടോർക്ക് എന്ന് പറയുന്നത്. 4 വേരിയന്റിലായിട്ട് 6 കളർ ഓപ്ഷൻസ് ആണ് ഈ ഒരു വാഹനത്തിൽ ഉണ്ടാവുക. 4 വേരിയന്റിലാണ് ഇതിൻ്റെ ഒരു വാഹനം അവൈലബിൾ ആയിട്ട് ഉണ്ടാവുക. ഡ്രം അലോയ്, അതേപോലെ തന്നെ ഡ്രം കണക്ട്, ഡ്രം സ്മാർട്ട് കണക്ട്, അതേപോലെ തന്നെ ഡിസ്ക് സ്മാർട്ട് കണക്ട്.
ഇങ്ങനെ 4 വേരിയന്റിലാണ് ഉണ്ടാവുക. 73,700 രൂപ മുതലാണ് ഇതിലൊരു എക്സ്-ഷോറൂം വില സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡ്രം വേരിയന്റിന് 73,700 രൂപയും ഡ്രം അലോയ്ക്ക് 79,200 രൂപയും ഡ്രം സ്മാർട്ടിന് 83,250 രൂപയും ഡിസ്ക് സ്മാർട്ടിന് 87,250 രൂപയുമാണ് എക്സ്-ഷോറൂം വില. ഈ ഒരു സെഗ്മെന്റിൽ ടി വി എസ് ജൂപ്പിറ്റർ 110ന്റെ ഒരു കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ഹോണ്ട ആക്ടിവ 110 മാത്രമേ ഉള്ളൂ. പക്ഷേ കമ്പയർ ചെയ്യുമ്പോൾ നിരവധിയായിട്ടുള്ള ഫീച്ചർ ലോഡഡ് ആയിട്ടാണ് പുതിയ ടി വി എസ് ജൂപ്പിറ്റർ വന്നിട്ടുള്ളത്. ഫസ്റ്റ് ഇൻ ക്ലാസ് ഫീച്ചേഴ്സ് തന്നെ ധാരാളമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു മാർക്കറ്റിൽ ധാരാളം സ്കോർ ചെയ്യാൻ ടി വി എസ് ജൂപ്പിറ്ററിന് സാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ഈ ഒരു പുതിയ സെഗ്മെന്റിൽ നിലവിൽ 125 സെഗ്മെന്റിൽ ആണ് ഇപ്പോൾ കൂടുതലും വാഹനങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. യമഹ ആയാലും ടി വി എസ് തന്നെ ആയാലും ഹീറോ ആയാലും ഹോണ്ട ആയാലും എല്ലാം 125 സെഗ്മെന്റാണ് കൂടുതൽ സ്കൂട്ടേഴ്സ് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ ഒരു സെഗ്മെന്റ് ആണ് ഇപ്പോൾ മാർക്കറ്റ് പിടിച്ചിരിക്കുന്നതെങ്കിലും ആ ഒരു റിസ്ക് ഫാക്ടർ എടുത്തുകൊണ്ട് തന്നെയാണ് ടി വി എസ് 110 സീറ്റിലേക്ക് വീണ്ടും ഒരു ലോഞ്ച് നടത്തിയിരിക്കുന്നത്. നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ഫ്യൂൽ എഫിഷ്യൻസി 60+ ആണ്. അതിന്റെ എക്സാക്ട് ഫിഗേഴ്സ് നമുക്ക് ലഭിച്ചിട്ടില്ല. പക്ഷേ 60+ ഫ്യൂൽ എഫിഷ്യൻസി കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും പുതിയ ടി വി എസ് ജൂപ്പിറ്റർ 110cc ഈ ഒരു ലോഞ്ചിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ താല്പര്യമുണ്ട്. കൂടുതൽ അപ്ഡേറ്റ്സിനായിട്ട് ഞങ്ങൾ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കണ്ട. സ്റ്റേ ട്യൂൺഡ് വിത്ത് us for more videos.